ഹലോ ഡിയർ ലോ ആസ്പിരൻസ്. അപ്പം ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ബേസ് ആയിട്ടുള്ള ടെൻസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ടെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസ് ആണ്. ഇൻ ദ സെൻസ് നമുക്ക് ക്ലീ എക്സാമിന് അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ് തരും ആൻഡ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദി ടെൻസ്, വിച്ച് ടൈപ്പ് ഓഫ് ടെൻസ് എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കണം എന്നുള്ളതാണ്. സോ നമുക്ക് വിത്തൗട്ട് എനി ഫർദർ ഡിലേ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ക്ലീയുടെ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതുവരെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് നമ്മുടെ ജോബ് സെക്യൂരിറ്റിയുടെ കൂടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു പുതിയ അവസരം നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. നമ്മൾ പുതിയ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ, ആക്ച്വൽ ടെസ്റ്റുകൾ, സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകൾ, കഴിഞ്ഞ ഒരു കൊല്ലത്തെ GK ഡൈജസ്റ്റ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ്, എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ പേഴ്സണൽ മെൻറ്ററിങ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സിലോട്ട് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ടെൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടെൻസസ് നമുക്ക് മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഈ ഓരോ ടെൻസിനും അതിൻ്റേതായിട്ടുള്ള 4 സബ് ഡിവിഷൻസ് ഉണ്ട്. പ്രസന്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കറസ്പോണ്ടിങ് ആയിട്ട് പാസ്റ്റിലും ഫ്യൂച്ചറിലും നമുക്ക് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഫ്യൂച്ചറിലാണെങ്കിലോ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് നമ്മുടെ സബ് ഡിവിഷൻസ് വരുന്നത്. ടെൻസസിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരിക? ദിൽ ഗിവ് യു എ ക്വസ്റ്റ്യൻ ആൻഡ് ഫ്രം ദി ഓപ്ഷൻസ് ഏത് ടൈപ്പ് ഓഫ് ടെൻസ് ആണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഫോർ ദാറ്റ് ഓരോ സബ് ഡിവിഷൻസിലെയും സ്ട്രക്ചേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി വെക്കുക, ഓൺലി ഫോർ ദി സേക്ക് ഓഫ് യുവർ എക്സാം. സോ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ ടെൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ടെസ്റ്റ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടെൻസസ് എന്നൊന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ പ്രാക്ടീസ് വിത്ത് കേരളാസ് ബെസ്റ്റ് ലോ എൻട്രൻസ് കോച്ചസ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രസന്റ് ടെൻസിൻ്റെ സബ് ഡിവിഷൻസിലോട്ടാണ് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞതുപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ജസ്റ്റ് ഇത്രയും ഓർത്ത് വയ്ക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ, ഫോർ എക്സാമ്പിൾ ഐ വാക്ക് ടു സ്കൂൾ എവറി ഡേ എന്ന് പറയുമ്പം അവിടെ നമ്മൾ വേണ്ട 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് സബ്ജക്റ്റ് എന്ന് പറയുമ്പം എല്ലാ സ്ട്രക്ചേഴ്സിലും കോമൺ ആണ്. ഇൻ ദ സെൻസ് ആ ഒരു സെൻറ്റൻസിലെ മെയിൻ ക്യാരക്ടർ എന്താണോ അതാണ് അതിലെ സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ആക്ഷൻ ചെയ്താലും അത് വേർബാണ്. വേർബ് ഇസ് ആൻ ആക്ഷൻ വേർഡ്. പിന്നെ നമുക്കുള്ളത് എന്താണ്? ഒബ്ജക്റ്റ്. ദ റിമൈനിങ് സെൻറ്റൻസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതാണ് ഒബ്ജക്റ്റ്. ഇത് നമുക്ക് എല്ലാ സ്ട്രക്ചേഴ്സിലും ഉള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്ട്രക്ചേഴ്സിലോട്ട് കടക്കാം. സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. V1 എന്ന് പറയുന്നത് നമ്മുടെ വേർബ് ഫോം ആണ്. വേർബ് ഫോം ഇൻ ദ സെൻസ് V1, V2, V3 ഉണ്ട്. റൈറ്റ്, റോട്ട്, റിട്ടൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ് അതിലെ V1, റോട്ട് ആണ് അതിലെ V2, റിട്ടൺ ആണ് അതിലെ V3 എന്ന് പറയുന്നത്. എല്ലാ വേർബ്സിനും അതിൻ്റേതായിട്ടുള്ള വേർബ് ഫോംസ് ഉണ്ടാവും. അക്കോർഡിംഗ് ടു ദി സെൻറ്റൻസ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. സോ സിമ്പിൾ പ്രസൻറ്റിലാണ് ഒരു സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് അതിൽ സബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക, V1 ഉണ്ടോ എന്ന് നോക്കുക, ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആസ് യൂഷ്വൽ സബ്ജക്റ്റും നമുക്ക് ഒബ്ജക്റ്റും ഉണ്ടാവും. അലോങ് വിത്ത് ദാറ്റ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V1 പ്ലസ് ING. വേർബിൻ്റെ കൂടെ ING ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് എന്തുണ്ടാവും? ഹാസ് ഓർ ഹാവ് പ്ലസ് V3. നമ്മുടെ വേർബിൻ്റെ ഏതാണോ ആ സെൻറ്റൻസിൽ തന്നിട്ടുള്ള ആക്ഷൻ വേർഡ് അതിൻ്റെ V3 ഫോം ഉണ്ടാവും. അറ്റ് ദി സെയിം ടൈം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഏതെങ്കിലും ഒന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് എന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് ഉണ്ടാവും, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ഉണ്ടാവും. അലോങ് വിത്ത് ദാറ്റ് V1 പ്ലസ് ING ഉണ്ടാവും. സോ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഓൾ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് ഉണ്ട്, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീനിൽ ഹാവ് ബീൻ ഉണ്ട്. വേർബ് എന്ന് പറയുന്ന പ്ലേ പ്ലസ് ING ഉണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ഇങ്ങനെയാണ് ജനറലി നമ്മൾ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതേ സെയിം മെത്തേഡാണ് നമ്മൾ പാസ്റ്റ് ടെൻസിലും
ഫ്യൂച്ചർ ടെൻസിലും ഫോളോ ചെയ്യുന്നത്. ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് സ്കിം ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. പാസ്റ്റ് ടെൻസിലും സിമിലർ റൂൾസ് തന്നെയാണ്. ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പം സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പം സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റിൽ V1 പ്ലസ് ഒബ്ജക്റ്റ് ആയിരുന്നു. ആ ഒരു വേർബ് ഫോമിൻ്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, ഏതൊരു സെൻറ്റൻസ് എടുത്താലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പാർട്സ് ഉണ്ടാവും. അതിൽ സബ്ജക്റ്റ് ഉണ്ടാവും, ഓക്സിലറി വേർബ് ഉണ്ടാവും, വേർബ് ഉണ്ടാവും, പിന്നെ അക്കോർഡിംഗ് ടു നമ്മുടെ ബാക്കി സ്ട്രക്ചേഴ്സ് വെച്ചിട്ടുള്ള പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബീനോ ING ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. യെസ്, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പം സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് വരിക. ഇൻ ദ സെൻസ് ഷീ സാങ് എ ബ്യൂട്ടിഫുൾ സോങ് ലാസ്റ്റ് നൈറ്റ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഷീ ഉണ്ട്, സിങ് എന്ന് പറയുന്ന വേർബിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള V2 ഫോം ഉണ്ട്, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ട്. സോ അതാണ് സിമ്പിൾ പാസ്റ്റിൽ വരിക. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V1 പ്ലസ് ING. ഇവിടെ ദ ചിൽഡ്രൻ വെയർ പ്ലേയിങ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പം ദ ചിൽഡ്രൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, വാസ് അല്ലെങ്കിൽ വെയർ അതിൽ വെയർ ഉണ്ട്, അലോങ് വിത്ത് ദാറ്റ് പ്ലേ എന്ന് പറയുന്ന വേർബിനെ പ്ലസ് ING നമ്മൾ കണ്ടിന്യൂസ് ഫോമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു സ്ട്രക്ചർ നമ്മൾ പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നമുക്ക് കുറച്ചുകൂടി ആക്സസബിൾ ആയിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ ഡിന്നർ എന്ന് പറയുമ്പം ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, ഹാഡ് തന്നിട്ടുണ്ട്, V3 എന്ന് പറയുമ്പം ഫിനിഷ് എന്ന് പറയുന്ന വേർബിൻ്റെ V3 ഫോമാണ് ഫിനിഷ്ഡ്. സോ അതും തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ഫോം ചെയ്യുക. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് V1 പ്ലസ് ING ആണ്. എക്സാമ്പിൾ നോക്കുക. The baby had been crying for hours before she finally fall asleep. ഇവിടെ the baby എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, നമ്മുടെ സ്ട്രക്ചറിലുള്ള had been വന്നിട്ടുണ്ട്, ക്രൈ എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തിട്ട് ക്രൈയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ പാസ്റ്റിൻ്റെ സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ തേർഡ് ടൈപ്പ് ഓഫ് ടെൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. നമ്മൾ പ്രസൻറ്റും പാസ്റ്റും പറഞ്ഞ സമയത്ത് രണ്ട് തമ്മിലും ദർ ഇസ് എ കമ്പാരിസൺ എന്നുള്ളതാണ്. ഇപ്പം V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പ്രസൻറ്റ് പറയുന്നതെങ്കിൽ അത് പാസ്റ്റിലോട്ട് വരുമ്പം V2 പ്ലസ് ഒബ്ജക്റ്റ് ആവുന്നുണ്ട്. ഇനി കണ്ടിന്യൂസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ V1 പ്ലസ് ING അലോങ് വിത്ത് ദാറ്റ് ഈസ് ആം ആർ ആണ് പ്രസൻറ്റിൽ വരിക. അത് പാസ്റ്റിലോട്ട് വരുമ്പം വാസ് ഓർ വെയർ പ്ലസ് V1 പ്ലസ് ING ആവുന്നുണ്ട്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് വരുമ്പം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് വരുമ്പം ഹാഡ് പ്ലസ് V3 ആവുന്നുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ING ആണെങ്കിൽ അത് പാസ്റ്റിലോട്ട് വരുമ്പം ഹാഡ് ബീൻ പ്ലസ് V1 പ്ലസ് ING ആവുന്നുണ്ട്. സോ ഇനി നമ്മൾ ഫ്യൂച്ചറിലോട്ട് വരുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ പ്രസൻറ്റ് ടെൻസോ പാസ്റ്റ് ടെൻസോ ആയിട്ട് നമുക്ക് കണക്ഷൻ ഒന്നും വരുന്നില്ല. എപ്പോഴും ഓർക്കുക, ING വന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ടെൻസ് ആണ്, V3 ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ടെൻസ് ആണ്, ബീൻ എന്ന് പറയുന്ന കീവേഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അത് ഏത് ടെൻസിലെ കണ്ടിന്യൂസ് ആണ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കി സ്ട്രക്ചർ നോക്കുന്നത്. സോ നമുക്ക് ഫ്യൂച്ചറിൻ്റെ നോക്കാം. ഫ്യൂച്ചറും സിമിലർലി നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുക. ഐ വിൽ ഗോ ടു ദി സ്റ്റോർ ടുമോറോ. ഇവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, വില്ല് വന്നിട്ടുണ്ട്, V1 എന്ന് പറയുമ്പം ഗോ എന്ന് പറയുന്ന വേർബിൻ്റെ V1 ഫോം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ സ്ട്രക്ചർ നോക്കുക. നെക്സ്റ്റ് വരുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് V1 പ്ലസ് ING. എക്സാമ്പിൾ നോക്കുക. ഐ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ ഫ്രം 5 PM to 6 PM ടുമോറോ. സബ്ജക്റ്റ് ഐ വന്നിട്ടുണ്ട്, വിൽ ബി വന്നിട്ടുണ്ട്, പ്ലേയിങ് എന്ന് പറയുന്ന V1 പ്ലസ് ING അവിടെ വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എക്സാമ്പിൾസിൽ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ആണ്. ഇൻ ദ സെൻസ് എക്സാമ്പിൾ നോക്കുക. ഹി വിൽ ഹാവ് റെഡ് ദി എൻറ്റയർ ബുക്ക് ബൈ നെക്സ്റ്റ് വീക്ക്. ഇവിടെ ഹി സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, വിൽ ഹാവ് വന്നിട്ടുണ്ട്, റീഡ് റെഡ് എന്നാണ് പറയാൻ നമ്മൾ. അത് എഴുതിയിട്ടുള്ളത് ഒരേ സ്പെല്ലിങ്ങിലാണെങ്കിലും റീഡ് റെഡ് V1 V2 V3 ഫോമിലാണ് വരിക. സോ റീഡിൻ്റെ V3 ഫോമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ദി ഫൈനൽ സബ് ഡിവിഷൻ ഇസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ING. എക്സാമ്പിൾ നോക്കുക.
by the end of this month they will have been living in that house for a decade. നമുക്കിവിടെ സബ്ജക്റ്റ് they തന്നിട്ടുണ്ട്, will have been വന്നിട്ടുണ്ട്, verb plus ing എന്നുള്ളത് live plus ing വന്നിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ടേം അല്ല, എന്താണോ ആ ഒരു സെൻറ്റൻസിലെ മെയിൻ ക്യാരക്ടർ അതാണ് അതിലെ സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കീവേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് വില്ല് മാത്രം വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചറാണ്. ഇനി വിൽ ബി വന്നാലോ, വിൽ ബി വന്നാൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. വിൽ ഹാവ് ആണ് വരുന്നതെങ്കിൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. വിൽ ഹാവ് ബീൻ വരുവാണെങ്കിൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഈ കീവേഡ്സ് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. ഇന്ന് നമ്മൾ എന്താണ് ടെൻസസ്, എങ്ങനെ ഒരു സെൻറ്റൻസ് തന്നാൽ അതിലെ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ള ഒരു സ്ട്രക്ചർ വൈസ് തിയറി പോർഷനാണ് നോക്കിയത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കതിൻ്റെ MCQ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം ആരും മറക്കരുത്. ഇതുവരെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് നമ്മളൊരു പുതിയ ക്രാഷ് കോഴ്സിലോട്ടുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആക്ച്വൽ ടെസ്റ്റുകളുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് ഉണ്ട്, എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ഉണ്ട്. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് കഴിഞ്ഞ ഒരു കൊല്ലത്തെ GK ഡൈജസ്റ്റും മന്ത്ലി കറണ്ട് അഫയേഴ്സ് ടെസ്റ്റും എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ പേഴ്സണൽ മെൻറ്ററിങ് അവൈലബിൾ ആണ്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ ഓപ്പൺ ആണ്. ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടെൻസസിൻ്റെ MCQ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.